ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിനോട് ആദ്യം ചെന്ന് പറയുന്നുണ്ട് വെള്ളത്തിൽ വീഴുന്ന കാര്യമൊക്കെ. അങ്ങനെ നമ്മുടെ സച്ചി ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിനെ രക്ഷിക്കാൻ വേണ്ടി ചാടും എന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സച്ചി രേവതിക്ക് പുതുജീവൻ തന്നെയാണ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി രേവതി സച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗം. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗം. അതിനുശേഷം സച്ചി എനിക്ക് എന്തോ ഒരു ഭയങ്കര ചമ്മലൊക്കെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. രേവതിക്കാണെങ്കിൽ തന്റെ ജീവൻ രക്ഷിച്ചത് സച്ചി എന്ന് മനസ്സിലായത് കൊണ്ടുള്ള സന്തോഷവും, സച്ചി എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല പേടിക്കേണ്ട രേവതി, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് വേഗം അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. നാണാവുന്നുണ്ട് നമ്മുടെ സച്ചിക്ക്. രേവതിനെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രേവതി അവിടെ ഇങ്ങനെ നമ്മുടെ ആതിര മുത്തശ്ശി ആതിര മുത്തശ്ശി തന്നെയാണ് രേവതിയുടെ തലമുടിയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ പാറുമ്മയും കൂടി ഓടി വരുന്നുണ്ട്. എടാ, നിന്നോട് മോളെ നോക്കണം എന്ന് പറഞ്ഞിട്ടല്ലേടാ നിന്റെ കൂടെ പറഞ്ഞയച്ചത്, എന്നിട്ട് നീ എന്താ ചെയ്തത്, വെള്ളത്തിൽ തട്ടിയിട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ അത് നന്നായി, ഞാൻ രക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആദി പറയുന്നുണ്ട്, ഞാനാണ് അങ്കിളിനോട് ചെന്ന് പറഞ്ഞത് ആന്റി വെള്ളത്തിൽ വീണത്. ആന്റിനെ വഴക്കൊന്നും പറയരുതിട്ടാ, ആന്റി എന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ബോൾ എടുക്കാൻ പോയപ്പോ കൂട്ടത്തിൽ എന്റെ പിന്നാലെ ഓടി വന്നാണെന്നൊക്കെ പറയുമ്പോൾ ആദിനെ സന്തോഷത്തോടെ മുത്തശ്ശി കെട്ടിപ്പിടിക്കുന്നുണ്ട്. നല്ല മോൻ, നന്നായി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി രേവതിയുടെ തലയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ സച്ചി ആദിയോട് പറയുന്നത്, കണ്ടടാ, ഞാൻ കൂടി വെള്ളത്തിൽ ചാടിയതല്ലേ, എന്റെ തല തോർത്തി തരാൻ ആരുമില്ല, ഇതിന് മനുഷ്യന്റെ അവസ്ഥ ഇത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് വിഷമമായില്ലേ, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദ്യം കളിയാക്കുന്നുണ്ട്. അതിനുശേഷം രേവതി സച്ചിന്റെ മുഖത്തേക്ക് എന്നിങ്ങനെ നോക്കുന്നുണ്ട്, പ്രണയത്തോടെ തന്നെ നോക്കുന്നു. കാരണം സച്ചിനോട് പ്രത്യേക ഒരു സ്നേഹവും ഒരു തരം ആരാധനയൊക്കെ പോലെയായിരുന്നു പിന്നീട് രേവതിക്ക്. പിന്നെ 4 പേരും കൂടെ ക്ഷേത്രത്തിൽ പോകണം. മുത്തശ്ശിയുണ്ട്, പാറുമ്മയുണ്ട്, അതുപോലെ തന്നെ രേവതി സച്ചിയും കൂടെ ഒക്കെ സംസാരിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാറുമ്മ പറയുന്നുണ്ട്, മുത്തശ്ശിനെ ആദ്യം പറയുന്നത്, മോൾക്ക് ഇപ്പൊ ഇത് 2ാമത്തെ അപകടമല്ലേ പറ്റുന്നത്. അപ്പൊ പാറുമ്മ പറയുന്നത്, ശരിയാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാണ്ട് കല്യാണം കഴിച്ച് നടന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, കണ്ണ് തട്ടിയതിന് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട് പാറുമ്മ. ശരിയുണ്ട് എന്ന് പറയുന്നു. പിന്നീട് തൊഴുത് പ്രാർത്ഥിച്ച് അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശി സച്ചിയോട് പറയും, നീ ഇവളെയും കൊണ്ട് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് വായോ, ഞങ്ങൾക്ക് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അമ്പലത്തിന് ചുറ്റും എന്തിട്ട് വലം വയ്ക്കാനുള്ളത്, ഇതൊക്കെ കണ്ടതല്ലേ, ഇന്നൊന്നും കാണാനല്ലേ, നീ പറഞ്ഞത് കേക്കടാ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം വേറൊരു ശാന്തിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് നല്ലൊരു മുഹൂർത്തം കുറിച്ച് തരണം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഇവർ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദിവസമായിരിക്കും, കാരണം നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ മാത്രമായിരിക്കും. ഇന്ന് നല്ലൊരു മുഹൂർത്തം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സച്ചിനോടും സച്ചിൻ രേവതിയും വരുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഇവിടെ ഇരിക്കും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഇത്ര നാളായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കൂടി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലമണ്ടയിൽ കയറാൻ വേണ്ടി ഞാൻ പല രീതിയിലും പല വാക്കുകളും കൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ പറഞ്ഞു നോക്കിയെങ്കിലും നിന്റെ തിരുമണ്ടയിൽ കയറുന്നില്ല. എന്തായാലും ഇനി നേരിട്ട് പറയാതെ നിവർത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ സച്ചി ആകെ ഞെട്ടുന്നുണ്ട്. മുത്തശ്ശി, എനിക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പാറുമ്മ പറയുന്നുണ്ട്, മോനെ, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്നവരൊന്നും ആവില്ല. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കും. അത് ലോകത്ത് നടക്കുന്ന കാര്യമാണ്. മാത്രമല്ല, രേവതിനെ പോലെ ഒരു പെണ്ണിനെ ഈ ഭൂമിയിൽ നിനക്ക് കിട്ടില്ല, അതും വേണം പറയാന്ന് പറഞ്ഞപ്പോൾ രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സച്ചി നോക്കുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ആകെ ദേഷ്യവും ചമ്മലും ഒക്കെ ആവുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോടില്ല എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പോടാ, പോയി നിന്റെ വഴി നോക്ക്. ഞാൻ എന്റെ മോൻ ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്റെ മോൻ ഈ പെൺകുട്ടീനെ കല്യാണം നടത്തിയതെന്ന്, എന്നിട്ട് ഇപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ വിഷമിച്ച് നടക്കണ്. അതുകൊണ്ട് ഇവളുടെ ശാപം എന്റെ മോന്റെ തലയിലാണ്ടാ വീഴാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ല. നീ ഇനി മുത്തശ്ശി എന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വരിക പോലും ചെയ്യരുത്. നീ നാട്ടിലേക്ക് എന്നെ പൊക്കോ. നീ ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല. നിന്റെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച്, അത് നടക്കില്ല, അതിന് നീ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ
നീ നിന്റെ കാര്യം വെച്ച് പൊക്കോ, എനിക്ക് നീ എവിടേക്കെന്ന് വെച്ചാൽ പൊക്കോ, ഞാൻ എന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോ സച്ചിക്ക് വിഷമമുണ്ട്. സച്ചി ഓടി വന്ന് മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പോ, പിന്നെ ഞാൻ ഇനി എന്താണ്ടാ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ സച്ചി കുറെയൊക്കെ ആലോചിച്ചതിന് ശേഷം ശരി സമ്മതിച്ച്. അതിനുശേഷം മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുത്തശ്ശി പാറുമോട് പറയുന്നുണ്ട്, വായോ നമുക്ക് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് പാറുമ്മനെ കൈ പിടിച്ചു. പാറുമ്മനെ കൂടി പോകുമ്പോൾ സച്ചിന് മുത്തശ്ശിനെ കൈ പിടിച്ചു പോകുന്നു. ആ സച്ചിനെ കൈ പെട്ടെന്ന് മുത്തശ്ശി കുടഞ്ഞിട്ട്, നീ എന്തിനാണ് എന്റെ കൂടെ വരുന്നത്, നീ നിന്റെ ഭാര്യയുടെ കൂടെ വായടാ, എന്റെ കൂടെ വരാൻ പാറുമ്മയുണ്ടെന്നും പറഞ്ഞ് അവർ പോകുന്നുണ്ട്. മുത്തശ്ശിയല്ല എന്റെ കൈ പിടിച്ച് വലിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദിയും ശ്രുതിയുടെ അമ്മയും കൂടി വന്നിട്ടുണ്ട്. ആദ്യം എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കട എന്നുള്ള നിലയ്ക്ക് എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ചോക്ലേറ്റ് ഒന്നും വെക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ, ഇത് പാർലർ കണ്ട ഈ പലചരക്ക് കട എന്നല്ലാന്ന് പറഞ്ഞപ്പോൾ, മുടി വെട്ടുമോ നോക്കിയാ, നിന്റെ തല മുട്ടടിക്കാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി അങ്ങനെ അവനോടി നടക്കണ സന്തോഷിക്കിന്. ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെയുണ്ട് പാർലർ എന്ന് ചോദിച്ചപ്പോൾ, നല്ലതണ്ടി, നന്നായിരിക്കുന്നു. അതല്ല എന്താ ഇങ്ങനത്തെ പേര് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, അത് എന്റെ അമ്മായിയമ്മയുടെ പേരെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മുഖം ആകെ വിഷമിക്കുന്നുണ്ട്. എന്താടി അമ്മായിമ്മയുടെ പേര് കടക്കി വെച്ചേക്കണേന്ന് പറഞ്ഞപ്പോൾ, എന്റെ ഈ സ്വപ്നം പോവാണിഞ്ഞത് അവര് കാരണമാണ്. അവർ തന്ന പണം കൊണ്ടാണ് ഞാനിപ്പോ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയത് തന്നെ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കൊണ്ട് നിനക്ക് ഒന്നിനും ഉപകാരമില്ലല്ലേ എന്ന് ആ പാവം ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ശ്രുതി എഴുന്നേറ്റ് പോയി കത്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. കത്ത് വെറുതെ തരുന്നതിന് നിങ്ങൾ കല്യാണത്തിന് വരെയെന്ന് പറഞ്ഞപ്പോൾ, അതെന്തായാലും ഞാൻ വന്നാല് എനിക്ക് നിന്നെ കല്യാണ വേഷത്തിലൊന്ന് കാണണ്ടേന്ന് പറഞ്ഞപ്പോൾ, ഒരു തവണ കണ്ടതല്ലേ, അതിന്റെ ഫലം എന്താണെന്ന് അറിയുകയും ചെയ്തല്ലോ, നിങ്ങളാക്കി ഉണ്ടാക്കി തന്ന കല്യാണല്ലേ, എന്നിട്ട് ഇപ്പൊ നിങ്ങള് ഇത് ഈ ഒരു അവസ്ഥയിലെത്തി. അതുപോലെ തന്നെ ആദ്യം മുന്നിൽ വെച്ച് എനിക്ക് സുധീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വരരുത്, നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഞാൻ പിന്നെ ഒരിക്കലും അങ്ങോട്ട് വന്നോളാം. അപ്പൊ സത്യമൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ കല്യാണം നടത്തുന്നത് മോശമല്ലേ മോളെ, ഇന്നലെയും നാളെ അറിഞ്ഞാലോ, എന്റെ അഭിപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കല്യാണമല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ, മിണ്ടാണ്ട് നിൽക്ക്, നിങ്ങൾ എന്റെ കല്യാണം മുടക്കാൻ നോക്കുകയാണോ, എന്റെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ നോക്കുകയാണോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചപ്പോ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്യണില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ശ്രുതി ഇപ്പൊ വരാറായിട്ടുണ്ട്, അമ്മ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറയുമ്പോൾ ആ അമ്മ കണ്ണീരോടൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. ആദ്യോട് പറയുന്നുണ്ട്, ശ്രുതി നല്ലോണം പഠിക്കണം, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് വെച്ചപ്പോൾ, വേണ്ട, അടുത്ത ആഴ്ച ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, വരുമ്പോ നിറയെ ടോയ്സ് ഒക്കെ ആയിട്ട് വരാട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനോട് സ്നേഹത്തോടൊക്കെ തന്നെയാണ് ശ്രുതി സംസാരിക്കുന്നത്. പക്ഷെ ആ അമ്മയും ആദ്യം അതുപോലത്തെ കണ്ണീരോടുകൂടി തന്നെയാണ് ശ്രുതിയുടെ പാർലറിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആ ഇറങ്ങി പോകുന്നേക്കാൾ മുന്നേ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, കല്യാണ വേഷത്തിൽ ശ്രുതിനെ കാണിച്ചു തരാം ഞാൻ വീഡിയോ കോളിലൂടെ, അതുപോലെ തന്നെ കല്യാണം ശരിക്കും എല്ലാം കാണിച്ചു തരാം, അമ്മ വിഷമിക്കേണ്ട, അമ്മ ധൈര്യപ്പെട്ട് പോയിട്ട് വാ, ഇവൾക്ക് ഇത് നല്ല ആത്മധൈര്യം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് വരുന്നോടത്ത് വെച്ച് കാണാന്ന് തന്നെയാണ് ഇവള് പറയുന്നത്. അതുകൊണ്ട് അമ്മ പോവെന്ന് പറയുമ്പോൾ ആ അമ്മയും ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതി വിഷമത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.